പ്രിയ നാട്ടുകാരെ, ദയവായി ശ്രദ്ധിക്കുക. പൊതുജന ബോധവൽക്കരണാർത്ഥം ആരോഗ്യവകുപ്പ് നൽകുന്ന അറിയിപ്പ്. നമ്മുടെ പ്രദേശത്ത് ഷിഗല്ല പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നാം ഓരോരുത്തരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വളരെ വേഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയൽ രോഗമാണ് ഷിഗല്ല. അതിനാൽ രോഗപ്രതിരോധത്തിനായി എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ കർശനമായും ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ഷിഗല്ലയുടെ ലക്ഷണങ്ങൾ? കടുത്ത പനിയോടുകൂടിയ വയറിളക്കം, വയറുവേദന, മലത്തിൽ രക്തമോ കഫമോ കാണപ്പെടുക, കടുത്ത വയറുവേദനയും വയറു കോച്ചിപ്പിടുത്തവും, ഓക്കാനം, ഛർദി, കടുത്ത ക്ഷീണം, ശരീരവേദന, എപ്പോഴും മലവിസർജനം നടത്തണമെന്ന അമിതമായ തോന്നൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നിസ്സാരമായി കാണരുത്. തുടക്കത്തിൽ തന്നെ ആശുപത്രിയിലെത്തി ചികിത്സിക്കുക. രോഗാണുക്കൾ അടങ്ങിയ മലിനജലം കുടിക്കുന്നതിലൂടെയും ആ വെള്ളത്തിൽ തയ്യാറാക്കുന്ന ആഹാരം കഴിക്കുന്നതിലൂടെയുമാണ് പ്രധാനമായും ഷിഗല്ല പകരുന്നത്. രോഗിയുടെ വിസർജ്യത്തിൽ നിന്നുള്ള ബാക്ടീരിയകൾ മറ്റൊരാളുടെ ഉള്ളിൽ എത്തുമ്പോഴാണ് രോഗബാധയുണ്ടാകുന്നത്. വ്യക്തിശുചിത്വം പാലിക്കാത്തവരിലൂടെയും രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പകരാം. തുറസായ സ്ഥലങ്ങളിലെ വിസർജനം മൂലം ഈച്ചകളും മറ്റും വഴി ബാക്ടീരിയ ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും എത്തുമ്പോഴും അണുബാധ ഉണ്ടാകാം. രോഗം വരാതിരിക്കാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? കുടിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. യാതൊരു കാരണവശാലും പച്ചവെള്ളം കുടിക്കരുത്. കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും ശരിയായി ക്ലോറിനേറ്റ് ചെയ്യണം. ആഹാരം പാകം ചെയ്യുന്നതിന് മുൻപും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കുക. ചൂടുള്ള ആഹാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. പഴകിയതും തുറന്നുവച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കർശനമായും ഒഴിവാക്കുക. ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. പഴങ്ങളും പച്ചക്കറികളും നല്ല ശുദ്ധജലത്തിൽ പലതവണ കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. രോഗികൾക്ക് പ്രത്യേക ശുചിമുറി സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവരുടെ കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക. ഡയപ്പറുകൾ സുരക്ഷിതമായി മാത്രം സംസ്കരിക്കുക. പ്രിയമുള്ളവരെ, വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവുമാണ് ഷിഗല്ലയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. വയറിളക്കമോ പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ഡോക്ടറെ കണ്ട് ഉടൻ ചികിത്സ തേടുക. കുട്ടികളിലും വയോജനങ്ങളിലും നിർജ്ജലീകരണം മൂലം രോഗം ഗുരുതരമാകാം. ദയവായി സ്വയം ചികിത്സ ഒഴിവാക്കുക. ഓർക്കുക, നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. ശുചിത്വം പാലിക്കാം, ഷിഗല്ലയെ അകറ്റാം. ആരോഗ്യവകുപ്പിന്റെ ഈ അറിയിപ്പ് കർശനമായി പാലിക്കാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.